മുഴുവനും പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശു എന്നുള്ള ദൈവത്തിന്റെ മർമ്മം നമ്മൾക്ക് മനസ്സിലായിരിക്കണമെന്നും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പൂർണ്ണത അല്ലെ, ആ പൂർണ്ണത നമുക്ക് തരുന്ന സമ്പത്ത്, ദൈവത്തെ മനസ്സിലാക്കുന്ന ആ സമ്പത്ത്, യേശു ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സമ്പത്ത് അല്ലെ, യേശുവിൽ വളരുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ആ ഒരു പൂർണ്ണതയിൽ നമ്മളായിരിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. യേശുവിലായിരുന്നു പിതാവിന്റെ പൂർണ്ണതയെങ്കിൽ, ദൈവത്തിന്റെ പൂർണ്ണത യേശുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിലും യേശു എന്ന ദൈവത്തിന്റെ ആ മർമ്മത്തിന്റെ പൂർണ്ണത ഉണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ വളരണം, യേശു ക്രിസ്തുവിൽ വളരുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. അങ്ങനെയാവുമ്പോ യേശു ക്രിസ്തുവിൽ വളരുന്ന വ്യക്തികളായിരിക്കണമെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജടികമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അവന് വളരുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം എന്ന് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, അങ്ങേനെ പോലെ ദൈവമില്ല കർത്താവേ. മനുഷ്യരെയും കൂടെ അങ്ങേനെ പോലെ ആക്കി തീർക്കുന്നതിന് പിതാവേ യേശുവെ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു വീണുപോയ ഞങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് കർത്താവ്, അങ്ങയുടെ രക്തം കൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് വാഷ് ചെയ്തുകൊണ്ട് കർത്താവെ അങ്ങേനെ പോലെ ആക്കി തീർക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. അങ്ങയുടെ മനസ്സിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ്. താങ്ക് യു ആൻഡ് പ്രൈസ് യു മസ്റ്റ് വർഷിപ്പ് യു മസ്റ്റ്. താങ്ക് യു ലോർഡ് ഗോഡ് ഹോളി സ്പിരിറ്റ്. Abba Father, we praise and worship you. Thank you so much for Holy Spirit God. Thank you so much for Jesus Christ. Praise you and worship you in Jesus name. Amen. കർത്താവേ, thank you master. ലെറ്റ്സ് ഗോ ടു, നമുക്കിത് എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 11 തൊട്ട് 14 വരെയും പിന്നെ 6-ന്റെ 1 തൊട്ട് 3 വരെയും ഒന്ന് വായിക്കാം. എബ്രായറിന്റെ 5-ന്റെ 11 തൊട്ട് 14 വരെയും പിന്നെ എബ്രായറിന്റെ 6-ന്റെ 1 തൊട്ട് 3 വരെയും. ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാധ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യേശുവിന്റെ എന്താ പറയുക, പ്രീസ്റ്റ്ഹുഡിനെ പറ്റി പറഞ്ഞു വരികയായിരുന്നു 5-ാമത്തെ ചാപ്റ്ററിൽ എബ്രായർ എഴുതിയ ലേഖനം എഴുതിയ ഓദർ അല്ലെ. പലർക്കും പല അഭിപ്രായമാണ് ആരാണത് എഴുതിയിരിക്കുന്നുള്ളത്. ചിലര് പറയുന്നു പോൾ എന്ന് പറയുന്നു, ചിലര് പറയുന്നു ലൂക്കോസ് അല്ല ലൂക്ക് എഴുതിയെന്ന് പറയുന്നു. അങ്ങനെ പല അഭിപ്രായമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് പോൾ എഴുതി തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അറിയാം, ഇത് ലേഖനത്തിന്റെ ആദ്യം നോക്കുമ്പോൾ സാധാരണ പോൾ എഴുതുന്ന പോലെ ഞാൻ ഒരു ബോൺ സെർവന്റ് ആണ് യേശു ക്രിസ്തുവിന്റെ എന്നും ഒക്കെ അങ്ങനെയൊന്നും പറയാതെ, ഗ്രേസും പീസും ദൈവത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു സല്യൂട്ടേഷൻ ഒന്നും കൊടുക്കാതെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് പോവുക ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തിനെങ്കിൽ പോലും അദ്ദേഹം പറയുന്നതിന്റെ എഴുത്തിന്റെ ഒരു ശൈലിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അഗാധമായിട്ടുള്ള പാണ്ഡിത്യവും അല്ലെ, ലോയിനെ പറ്റിയും ന്യായപ്രമാണത്തെ പറ്റിയും പിന്നെ യേശുവുമായിട്ടുള്ള നടപ്പിന്റെ ഒരു അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പോൾ എഴുതാൻ തന്നെയാണ് സാധ്യത അല്ലെ. അപ്പൊ ആരായാലും എഴുതിയിരിക്കുന്നു, നമ്മൾക്ക് വേണ്ടിയും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രീസ്റ്റ്ഹുഡിനെ പറ്റി അല്ലെ, പൗരോഹിത്യത്തെ പറ്റി. ആരന്റെ ആരന്റെ പൗരത്വത്തിൽ വരുന്നതല്ല യേശുക്രിസ്തു അല്ലെ എന്നും, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് യേശുക്രിസ്തു എന്നും ഇങ്ങനെ ഇവിടെ പറയുകയാണ് അല്ലെ. അപ്പോ നമുക്ക് മെൽക്കിസദേക്ക് എന്ന് പറയുമ്പോ എബ്രഹാം വരെ തയ്ത്തു കൊടുത്ത ആളാണ്. അപ്പൊ ആദ്യവുമില്ല അവസാനമില്ലാത്ത ഒരാൾ അല്ലെ. അങ്ങനെയാണ് 7-ാമത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ 7-ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ. മെൽക്കിസദേക്കിന് ആദ്യം അവസാനമില്ലാത്ത പോലെ യേശു ദൈവത്തിന് ആദ്യവുമില്ല അവസാനമില്ല അല്ലെ, അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇതിനുശേഷം പറയുവാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം പറയാനുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കാൻ മാന്ദ്യമുള്ളവരെ തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കാൻ പഠിക്കാൻ മാന്ദ്യമുള്ളവരെ തീർന്നു. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളായിരുന്നില്ല അല്ലെ, നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളൊന്നും ആയിരുന്നില്ല, നിങ്ങൾക്ക് മാന്ദ്യമുള്ളവരൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ സ്പിരിച്വലി മാന്ദ്യത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഫിസിക്കലി ഉള്ള കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. സ്പിരിച്വലി മാന്ദ്യം വന്നവരായി പോയിരിക്കുന്നു, ആത്മീയമായിട്ട് നിങ്ങൾ കുറവ് വന്നിരിക്കുന്നു എന്ന് ചുരുക്കം.
ഇങ്ങനെ നിങ്ങൾക്ക് മാന്ദ്യം വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് പോൾ അങ്ങനെ പോൾ അല്ലെ ഈ ഓതർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അവര് ഈ എബ്രായർ എന്ന് പറയുമ്പോൾ ഈ ജൂയിഷ് വിശ്വാസികള് അവര് അനുഭവിച്ചു വന്ന പേഴ്സിക്യൂഷൻ കാരണം സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ ഒരു പ്രശ്നങ്ങൾ കാരണം അവർക്ക് തിരിച്ചു പോകണമെന്ന് അവർ ന്യായപ്രമാണത്തിലേക്ക് അവരുടെ ആ ട്രഡീഷൻസിലേക്ക് തിരിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്നു അല്ലെ. അവര് പോകാൻ വേണ്ടി തുനിയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഉള്ളവരോട് പിടിച്ചു നിൽക്കുക എന്ന് ദൈവം ഇവര് വഴി ഈ ഓതർ വഴി ഈ എഴുത്തുകാരൻ വഴി പറയുവാണ്. അപ്പൊ ഈ പറ്റിപ്പോയ എന്താന്ന് വെച്ചാൽ ഇവർക്ക് സ്പിരിച്വലി മാന്ദ്യം വന്നിരിക്കുന്നു, അവര് സ്പിരിച്വൽ ഡള്ളായി പോയിരിക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയും എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾക്കും കേൾക്കാൻ എന്താ പറയാ മാന്ദ്യമുള്ളവരായി പോകാം എന്ന് ചുരുക്കം അല്ലെ. എത്രമാത്രം സ്പിരിച്വലി ഹൈ ആയിട്ട് നിന്നിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും, എത്രമാത്രം സ്പിരിച്വലി എന്താ പറയുന്നത് ആ ടോപ്പിൽ നിന്നിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് മാന്ദ്യത വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മളെ തന്നെ അലൈൻ ചെയ്യുക ദൈവവുമായിട്ടല്ലേ. എപ്പോഴും ആ ഒരു എന്താ പറയാ ഒരു കൂട്ടായ്മയിലായിരിക്കും ദൈവവുമായിട്ട് അല്ലെ. ദൈവത്തിന്റെ ചിറയിൻ കീഴിൽ നിന്ന് പോകാനുള്ള ഇടവരുത്താതിരിക്കുക. അങ്ങനെ നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിർത്തണം എന്നാണ് യൂത അല്ലെ ജൂഡിന് ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുക, നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിർത്തണം. നമുക്ക് ഹെൽപ്പറായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട് അല്ലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവം ഒരിക്കൽ പോലും നമ്മളെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ദൈവം സമ്മതിക്കത്തില്ല അല്ലെ. നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രീ വില്ല് എക്സസൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൂടെ നമ്മൾ തന്നെ നിൽക്കാൻ, നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കുമ്പോൾ ഒരു 10 സ്റ്റെപ്പ് നമ്മളെ എടുക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളെ തന്നെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക അല്ലെ. ഈ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകാം നമുക്കല്ലെ. അപ്പൊ അതിനെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുക 12ാമത്തെ വാക്കൂട്ട്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവരത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോ കാലം ഇപ്പൊ നിങ്ങൾ വിശ്വാസികളായിരിക്കുന്ന ആ ഒരു സമയം ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായിരിക്കും എന്നുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. നിങ്ങളിപ്പോ പാസ്റ്റർമാരും പ്രീച്ചർമാരും അപ്പോസ്റ്റലന്മാരും ഒക്കെ ടീച്ചർമാരൊക്കെ ആകേണ്ട സമയം കഴിഞ്ഞിരിക്കും. പക്ഷെ പറ്റിപ്പോയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് മാന്ദ്യമുള്ളവരായി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആത്മീയ വർധന വരുന്നതിന് പകരം ആത്മീയമായിട്ട് മന്ദതയുള്ളവര് മാന്ദ്യമുള്ളവരായി തീർന്നിരിക്കുക ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതിന് പകരം അവത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുവാണ് എന്ന് ഇവിടെ ഓതർ വഴി ഇത് എഴുതിയ ആള് വഴി ഈ എബ്രായർക്ക് ഈ ഹീബ്രു വിശ്വാസികൾക്ക് അല്ലെ, ദൂതന്മാരായിരുന്നവര് പിന്നെ വിശ്വാസികളായി തീർന്നവരോട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. കാലം നോക്കുമ്പോ ഇപ്പൊ ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ നിങ്ങളിപ്പോ പിന്നെയും എന്താ പറയുക കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പ്രായമാകാത്ത ശിശുക്കളെ പോലെ ആയിരിക്കണം. പാല് നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കും, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്, നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളവരല്ല, അപ്പൊ നമുക്കറിയാമല്ലോ ഏത് തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് പാല് വേണ്ടത് അല്ലെ. ആ ഒരു അവസ്ഥയിലേക്ക് ഇവര് താന്നു പോയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ദൈവം പിന്നെയും നമ്മളെ എന്താ പറയാ ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ വിട്ടു വരണം എന്ന് പറയൂ അല്ലെ. അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ അല്ലെ. നിങ്ങൾ ആയിപ്പോയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആകരുത്. നിങ്ങൾ അവിടെ നിന്നെല്ലാം വിട്ടു വരണം. നിങ്ങൾ മച്ചുറാകണം. നമ്മള് എല്ലാവരും മച്ചുറാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ. യേശുവിനെ പോലെ ആയിത്തീരണമെന്ന ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോ പല ബ്രദർമാരിൽ ഏറ്റവും മൂത്തവനായിട്ട് യേശുക്രിസ്തു ഇരിക്കും അല്ലെ. റോമക്കാരുടെ ലേഖനത്തിന്റെ 8ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കും, 29ാമത്തെ വാക്കിൽ നമ്മൾ വായിക്കുന്ന കാര്യം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളെല്ലാവരും എന്താ പറയാ മച്ചുവേർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, യേശുവിൽ വളർന്ന വ്യക്തികളായിരിക്കണം, യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തവരായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കട്ടിയായിട്ടുള്ള ആഹാരം
നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തിരിഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. കട്ടിയായിട്ടുള്ള ആകാരം, അപ്പൊ ആ ഒരു മച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കിട്ടുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നന്മ തിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായിരിക്കുന്ന പ്രായം തികഞ്ഞവർക്കത്ര. എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ദൈവത്തിന് ഏതാണ് ഇഷ്ടം, ദൈവത്തിന് ഏതാണ് ഇഷ്ടമില്ലാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, അത് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മറ്റൊരുത്തിലേക്ക് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആയിട്ടിരിക്കുന്ന എന്താ പറഞ്ഞ ആയിരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോ മച്യൂരിറ്റി ഇല്ലായ്മ എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങളായിരിക്കും, ക്രിസ്തുവിൽ കുഞ്ഞുങ്ങളായിരിക്കും എന്ന് പറയുമ്പോ അതിനെപ്പറ്റി നമുക്ക് 1 കൊരിന്ത്യന്റെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കൊരിന്ത്യൻ സഭയ്ക്ക് വേണ്ടി പോൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. കൊരിന്ത്യൻ സഭയോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ജഡികന്മാര് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്ന വ്യക്തികള് ജഡികന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ജഡത്തിന്റെ സ്വഭാവം ഇപ്പോഴും ഉള്ള, ജഡത്തിന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ജീവിച്ചു പോകുന്ന വ്യക്തികളെ, ജഡികന്മാരെ, അങ്ങനെയുള്ള ആൾക്കാരെ കർത്താവിൽ ശിശുക്കളായിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്ത് കാണുന്ന ജഡികന്മാരല്ല കർത്താവ് ശിശുക്കളായിരിക്കുന്നവർ എന്നല്ല ഉദ്ദേശിച്ചത്. ചർച്ചിലുള്ള ആൾക്കാരെ പറ്റി പറയാം. വിശ്വാസത്തിലുള്ള വ്യക്തികള് ഇപ്പോഴും ജഡത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവര് ശിശുക്കളാണ്, അവര് ജഡികന്മാരാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ 2ാമത്തെ വാക്ക് തൊട്ട് പറയുക, ഭക്ഷണമല്ല പാലത്തെ ഞാൻ നിങ്ങൾക്ക് തന്നത് അല്ലെ. അപ്പൊ എബ്രായരോടും പറയുക, നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പ്രായമായിട്ട് നിങ്ങളായിരുന്നു അങ്ങനെ, നിങ്ങൾ ചിക്കനും മട്ടനും കഴിക്കേണ്ട പ്രായത്തിലിരുന്ന വ്യക്തികള് എന്താ പറയാ സ്പിരിച്വലി മാന്ദ്യമുള്ളവരെ തീർന്നിട്ട് പിന്നെ പാല് കുടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആയിരിക്കുവാണ്. ഇവിടെ കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുക, നിങ്ങള് പാല് കുടിക്കുന്ന അവസ്ഥയില് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുക. ഭക്ഷണമല്ല പാലത്തെ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല എന്നും ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈശവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ അല്ലെ. അപ്പോ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മനുഷ്യരല്ലെന്ന് ദൈവം പറയുക അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദൈവത്തിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് ഏറ്റ വ്യക്തികള് ആ സ്നാനത്തിന് വെള്ളത്തിൽ നിന്ന് വരുമ്പോ ഒരു പുതുക്കത്തിലേക്ക്, ജീവന്റെ പുതുക്കത്തിലേക്ക് വന്നിരിക്കുന്ന, അവിടെ മനുഷ്യന്റേതായിട്ട് ആടത്തിന്റെ DNA പെട്ട ഒരു കാര്യവും നമുക്കില്ല അല്ലെ. നമ്മൾ വന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ DNA-യിലേക്കാണ്, യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു ആത്മീയരാണ് അല്ലെ, ആത്മാവാണ് നമ്മുടെ ആത്മാവ് യേശുക്രിസ്തുവില് മറഞ്ഞിരിക്കുന്നു. കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്റർ നമ്മൾ അങ്ങനെ വായിക്കുന്നു, മറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മള് മനുഷ്യരുടെ സ്വഭാവത്തിൽ പിന്നെ നടക്കരുത് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ മനുഷ്യരുടെ സ്വഭാവമില്ലാത്ത പിന്നെ നമ്മൾ ആരുടെ സ്വഭാവത്തിൽ നടക്കും, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പൊ ഇവിടെ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ കൊരിന്ത്യരോട് പറയും. അപ്പൊ കൊരിന്ത്യരുടെ ചർച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് കണ്ടമാന ആത്മീയ വരങ്ങള്, സ്പിരിച്വൽ ഗിഫ്റ്റുകളുള്ള ആൾക്കാരായിരുന്നു അല്ലെ. അവര് പ്രസംഗത്തിൽ വളരെ മിടുക്കരായിരുന്നു, അവര് പ്രോഫസിയിൽ വളരെ മിടുക്കരായിരുന്നു, ഹീലിംഗ് വളരെ മിടുക്കരായിരുന്നു, സകല വിധത്തിലുള്ള ആത്മീയമായിട്ടുള്ള വരങ്ങളും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എന്നിട്ടും കൂടെ ഇവര് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാ, ജഡികമായിട്ടുള്ള രീതിയിലാണ്. ഇവരുടെ ഇടയിൽ ഈശവും പിണക്കവും എല്ലാം ഉണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ട്, തൊഴുത്തിക്കുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമുക്കറിയാം ഇവര് എന്താ പറയുക, സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ലെ, അപ്പന്റെ 2ാമത്തെ വൈഫുമായിട്ട് എന്താ പറയാ ആവശ്യമില്ലാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ വരെ ഉണ്ടായിരുന്ന ചർച്ചാന്ന് വിചാരിച്ചു അല്ലെ. അതേ സമയത്ത് ഒരുപാട് ആത്മീയ വരങ്ങളുമുള്ള ചർച്ചായിരുന്നു. അപ്പോ ഇങ്ങനെ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവർ ജഡീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയാ മച്യൂരിറ്റി ഇല്ലാതിരിക്കുക, പിന്നെയും എന്താ പറയുക ഈ ലോകത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് ആത്മീയമായിട്ട് മച്യൂരിറ്റിയുള്ള എന്താ പറയുക ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കാൻ സാധിക്കത്തില്ല. അവർക്ക് പിന്നെ ആ ഒരു പാല് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ
ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലത്തിലുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആത്മീയമായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം വളർന്നു വരാനുള്ള ഭക്ഷണം കൊടുക്കാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ എബ്രായർക്ക് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്റർ പറയുക, നിങ്ങൾ ഇങ്ങനെ ശിശുക്കളെ പോലെ ആയിപ്പോയിരിക്കുക. നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ വളർന്നു വന്നുകൊണ്ടിരുന്ന ആൾക്കാർ, പക്ഷെ അത് താഴെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് ഇപ്പൊ തരാൻ സാധിക്കത്തില്ല. നിങ്ങൾ നേരത്തെ കട്ടിയുള്ള ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അതിൽ നിന്നെല്ലാം വീണു പോയിട്ട് ഇപ്പൊ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞുങ്ങളെ പോലെ ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക അല്ലെ. നിങ്ങളുടെ മച്യൂരിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മച്യൂരിറ്റിയിലേക്ക് നടക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറയുക അല്ലെ. നമ്മൾക്ക് അതിങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടി കയറി പോകാനുള്ളതല്ല. പകരം ഇത് ഓരോ ദിവസം എക്സ്പോണൻഷ്യൽ ആയിട്ടല്ലേ ഓരോ ദിവസം യേശുവിന്റെ ഒപ്പം നടന്നു വരുന്നു. ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കത്തില്ല. നമുക്ക് തിരിച്ചു പോകരുത് അല്ലെ. നമ്മൾ മുമ്പോട്ട് പോകുന്നവര് തന്നെയായിരിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. എബ്രായർക്ക് പറ്റിയ അങ്ങനത്തെ ഒരു കാര്യമാണ് അല്ലെ. വീണു പോകുന്ന വ്യക്തികളാകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കും. 6-ാമത്തെ വാക്ക് പറയാം. ശരിക്കും ഞാൻ എന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 6-ാമത്തെ ചാപ്റ്ററിൽ നിന്നായിരുന്നു. 6-ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 3 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ ഭക്ഷണം കഴിക്കാൻ നല്ല കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ കട്ടിയുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ തിന്മകളെ മനസ്സിലാക്കി അല്ലെ അതനുസരിച്ച് പെരുമാറുന്ന വ്യക്തികൾക്കാണ് എന്താ പറയാ കട്ടിയുള്ള ആഹാരത്തെ പറ്റി പറഞ്ഞത്. അപ്പൊ അതിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുക, ഇതുകൊണ്ട് 6-ാമത്തെ ചാപ്റ്റർ പറയാം, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നീതി, ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാന പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷെ നാം അതും ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വളരേണ്ടതുണ്ട് അല്ലെ. നിങ്ങൾ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാതെ നിങ്ങൾ മച്യൂരിറ്റിയിലേക്ക് വളർന്നു വരേണ്ടതുണ്ട്. അപ്പോ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ. എല്ലാ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ പടുക്കണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ എബ്രായന്റെ 3-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ, നമ്മള് യേശുവിന്റെ വാസസ്ഥലമാണ്, ഹൗസ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നു, കോൺക്രീറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവത്തിൽ നിന്ന് നമ്മളെ കെട്ടി ഒരു വീട്, യേശു ക്രിസ്തുവിന് ജീവിക്കാനുള്ള ഒരു വീടായിട്ട് നമ്മളെ മാറ്റണം. അപ്പൊ അതിന് എന്താ പറയുന്നത്, ഭിത്തി കെട്ടാനുണ്ട് അല്ലെ, കട്ടള ഇടാനുണ്ട്, ഓടാണി ഓട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ കാര്യങ്ങളൊക്കെ അല്ലെ, തട്ടുവാർക്കാനുണ്ട്, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, വാർക്കപ്പണി ചെയ്യാണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ നമ്മൾ ഇനിയും ഈ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കാതെ ഇനിയും നിങ്ങളുടെ ആ പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ വളരണം എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ എനിക്കൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരത്തെ പറ്റിയുള്ള ടീച്ചിങ്, ദൈവത്തിങ്കിലെ വിശ്വാസം, നമ്മൾ യേശുവിൽ വിശ്വാസം വേണമെന്നുള്ളതും, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിവ അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, റിപ്പൻറ്റൻസിനെ പറ്റി പറയുന്നത് നമ്മൾക്ക് ഇട്ടിരിക്കുന്ന ഒരു അടിസ്ഥാനമാണ് അല്ലെ. അത് അടിസ്ഥാനം വേണം. അടിസ്ഥാനം ഇല്ലെങ്കിൽ ഒരു കെട്ടിടവും സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ല അല്ലെ. അടിസ്ഥാനം വളരെയധികം വീക്ക് ആയിട്ടുള്ള അടിസ്ഥാനമാണെങ്കിൽ, ഫൗണ്ടേഷൻ, നമ്മൾ വീടിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് എന്താ പറയുന്നത്, നന്നായിട്ട് സിമെന്റ് ഒന്നും ഇടാതെ വെറുതെ മണൽ കൊണ്ട് മാത്രമാണ് നമ്മൾ കെട്ടിക്കയറുന്നതെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ തറ തന്നെ പൊട്ടിപ്പോകും, പിന്നെ വീട് നിൽക്കത്തില്ലല്ലോ. അപ്പൊ അടിസ്ഥാനം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനം ഇവിടെ ദൈവം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അടിസ്ഥാനത്തിന്റെ കൊടുത്തപ്പെടുന്ന കാര്യങ്ങൾ മാനസാന്തരം, ദൈവത്തിങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ
ഉത്ഥാനം, നിത്യശിക്ഷാവിധി അല്ലെ എന്നിങ്ങനെയുള്ള എന്നുള്ള അടിസ്ഥാന കാര്യത്തെപ്പറ്റി ഓൾറെഡി ഒരു എന്നുള്ള അടിസ്ഥാന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി ഒരു അടിസ്ഥാന ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി അതിൽ പിന്നെ ആ ഫൗണ്ടേഷൻ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കാതെ അവത്തിൽ നിന്ന് വളരണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അതിനെ ഉപേക്ഷിച്ച് പോകാനല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മാനസാന്തരവും ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനവും, കൈവപ്പും അല്ലെ പുനരുത്ഥാനവും എന്ന് വെച്ചാൽ റിസറക്ഷനും, ശിക്ഷാവിധിയും, നിത്യശിക്ഷാവിധി, ജഡ്ജ്മെന്റ് ഡേയും അതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ വളരുക എന്ന് പറയാം. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമ്മൾ ഇന്ന് ചർച്ചകളിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തെ പറ്റി മാത്രമാണ്. എന്നാൽ ചില ചർച്ചകൾ ഈ അടിസ്ഥാനത്തെ പറ്റി പോലും പറയുന്നില്ല എന്ന് ചുരുക്കം. അപ്പൊ അവർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചു നോക്കി അല്ലെ. ഈ ദൈവം പറഞ്ഞത് ഇതെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനത്തെ നിങ്ങൾ വളരെയധികം തറവായിരിക്കും, നിങ്ങൾ വളരെയധികം പ്രാവീണ്യമുള്ളവരായിരിക്കണം. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങൾ പാലിക്കുന്ന വ്യക്തികളായിരിക്കും, മാനസാന്തരപ്പെട്ടവരായിരിക്കണം, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, ന്യായവിധിയെപ്പറ്റി നിങ്ങൾ നല്ലതായിട്ട് അറിയുന്നവരായിരിക്കണം അല്ലെ. നിങ്ങൾ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അറിയുന്നവരായിരിക്കണം, യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി അറിയുന്നവരായിരിക്കും. അതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ അപ്പൊ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ കെട്ടി പൊക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ പറയും മൂന്നാമത്തെ വാക്ക്, ദൈവം അനുവദിക്കുന്നു പക്ഷെ നാം അതും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം റൈറ്റ് നൗ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ എബ്രായരുടെ ഇപ്പോഴല്ലേ ഇത് എഴുതിക്കൊണ്ടുന്ന സമയത്തെ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എബ്രായർക്ക് ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു അവസ്ഥയിലല്ല അവര് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അപ്പോ നമുക്ക് ദൈവം എന്നാ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ ആയിത്തീരണമെങ്കിൽ, നമ്മൾ യേശുക്രിസ്തുവിൽ വളരണമെങ്കിൽ, യേശുക്രിസ്തുവിൽ ഒരുപാടുണ്ട് അല്ലെ. യേശുക്രിസ്തു എന്നാണ് മർമ്മം. അപ്പൊ കൊളോസ്യർക്ക് ലേഖനത്തിലേക്ക് നമ്മൾ വരുമോ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കും നിങ്ങൾ വളരണം എന്നുള്ള നമ്മൾ വളരണം എന്ന ദൈവത്തിന്റെ ഹിതമാണ്. അതിന് നമ്മൾ നമ്മുടെ ജഡികമായിട്ടുള്ള സ്വഭാവത്തെ മാറ്റി വെച്ചുകൊണ്ട് അടിക്കും ബഹളത്തിനും പരസ്പരം കുത്തിനും കുന്നായ്മയ്ക്കും പോകാതെ, അസൂയയ്ക്കും സ്നേഹമില്ലായ്മയ്ക്കും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കാതെ അല്ലെ, നമ്മൾ സ്നേഹത്തില് ബൈൻഡ് ചെയ്തവരായിരിക്കണം എന്നാ പറഞ്ഞത്. കൊളോസ്യർക്ക് ലേഖനത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1ഉം 2ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് കൊളോസ്യർക്ക് ആ ചർച്ചും ലവോഡേഷ്യ ചർച്ച് അല്ലെ, അതൊന്നും സ്ഥാപിച്ചിരിക്കുന്നത് പോൾ വഴി ആയിരുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്കും ലവോദിക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന്, കൊളോസ്യരുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 2 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കും ലവോദിയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, പോളിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടി ഇങ്ങനെ എഴുതുക, അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും. അപ്പൊ ക്രിസ്തുവാണ് ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം അല്ലെ. എന്താ പറയുക, ക്രിസ്തുവാണ് ദൈവത്തിന്റെ മർമ്മം. മിസ്റ്ററി ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാല് ദൈവമാണ്, യേശു ക്രിസ്തുവാണ് അല്ലെ. അപ്പൊ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം അല്ലെ, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചു ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ അല്ലെ നിങ്ങൾ ആയിരിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ എൻകറേജ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് അല്ലെ, ഒരു ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ ബൈൻഡ് ചെയ്യണമെന്നും നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ. ക്രിസ്തു എന്ന എന്താ പറയുക ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ വളരാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ വളരണം, ക്രിസ്തുവിൽ നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കണം. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ആ മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തിന്റെ ആ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാല് ക്രിസ്തുവാണ് അല്ലെ. ആ ട്രഷർ എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതിനു വേണ്ടി നമ്മൾ സ്നേഹത്തിൽ യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. യേശു ക്രിസ്തു ഇങ്ങനെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഒരു പുതിയ കമാൻഡ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരുവാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ കമാൻഡ്മെന്റ് തരുക. ഓൾറെഡി ഒരു പഴയ കമാൻഡ്മെന്റ് ഉണ്ട്, പിതാവ് കൊടുത്തിരിക്കുന്ന കമാൻഡ്മെന്റ് ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്
ഓഫ് കോഴ്സ് പിതാവും പുത്രനും അവര് പരിശുദ്ധാത്മാവും ഒന്നാണല്ലോ. ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്രോണമിയിലുണ്ട് 6ാമത്തെ ചാപ്റ്ററിൽ, ലെവിറ്റിക്കസിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു കമാൻഡ്മെന്റ് ആയിട്ട് യേശുക്രിസ്തു പറയുക, നിങ്ങൾ നിങ്ങളുടെ ദൈവമായിട്ടുള്ള പിതാവിനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ ആത്മാവ് കൊണ്ടും നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം, നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണം എന്നുള്ളൊരു കമാൻഡ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ യേശുക്രിസ്തു ഒരു പുതിയ കമാൻഡ്മെന്റ് നിങ്ങൾക്ക് ഞാൻ തരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങള് യുണൈറ്റഡ് ആയിരിക്കണം, നിങ്ങള് എന്താ പറയുക, ഒന്നായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുവോ. നിങ്ങൾ ഒന്നാകാതെ ഡിവൈഡഡ് ആയിട്ട് നിൽക്കുമ്പോ അല്ലെ, കൊരിന്ത്യർക്ക് എഴുതിയ പോലെ അവരോട് പറഞ്ഞു, നിങ്ങള് ശിശുക്കളാണ് ഇപ്പോഴും, കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആൾക്കാരില്ലേ എന്ന് പോള് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കരുതെന്ന് പറയുക. നമ്മൾ യുണൈറ്റഡ് ആയിരിക്കുമ്പോഴേ ഉള്ളൂ, നമ്മൾ സ്നേഹത്തില് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, ഒരുമനപ്പെട്ടവരായിരിക്കുമ്പോൾ, നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ക്രിസ്തു എന്ന മർമ്മത്തിന്റെ പരിജ്ഞാനം ദൈവം നമ്മൾക്ക് തരത്തുള്ളൂ. ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യൻ ഈ നടപ്പ് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാളെ ദൈവം വിളിച്ചതല്ല, നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം, നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം, അങ്ങനെ അതിനെപ്പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്ന ചർച്ച എന്നുള്ള ദൈവത്തിന്റെ ബോഡിയാണ്, യേശുക്രിസ്തുവിന്റെ ബോഡിയാണ് അല്ലെ. അപ്പൊ അതില് ഞാൻ എന്റെ ഇഷ്ടം പ്രകാരം ചെയ്തോളാം എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു അവകാശം നമുക്ക് തന്നിട്ടില്ല. അതല്ല ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റിയുള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരണം എന്നുള്ളതാണ്. ചർച്ച മൊത്തം ഒരേ മനപ്പെട്ടുകൊണ്ട് ഒരേ സ്നേഹത്തോടെ നിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെ എല്ലാവരെയും കൂടെ ദൈവം കെട്ടി പൊക്കുക ചെയ്യുന്നത്, ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ആലയമായിട്ട്. എബ്രായർക്ക് ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 1ാമത്തെ പത്രോസിൽ 2ാമത്തെ ചാപ്റ്ററിലും പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ. ദൈവത്തിനു വേണ്ടി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സാക്രിഫൈസ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിന് ആവശ്യമുള്ള ഒരു ആലയമാക്കി നമ്മളെ ദൈവം കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന് എല്ലാവരും കൂടെ വേണം. ഒരാളെ പറ്റി അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലി ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, അതൊരു കാര്യം. നമ്മളെല്ലാവരും കളക്റ്റീവായിട്ട് ദൈവത്തിന്റെ ഗൃഹമാക്കി മാറ്റുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന്റെ ആ പൂർണ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യത്തില്ല. അപ്പൊ നമ്മള് ഒരുമനപ്പെട്ടുകൊണ്ട് നിൽക്കുക എന്ന് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ മർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപ്തിക്കാൻ തക്കവണ്ണം നമ്മൾ ആകും. സ്നേഹത്തിലല്ലെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ആയിട്ട് നമ്മൾ അടിയുണ്ടാക്കി ബഹളം നടക്കുവാണെങ്കിൽ ദൈവം യേശുക്രിസ്തു എന്നുള്ള ദൈവത്തിന്റെ മർമ്മത്തിന്റെ പൂർണ്ണത അല്ലെ, പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അത് മനസ്സിലാക്കുക, ആ ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകത്തില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി ഉണ്ടാക്കാത്ത വ്യക്തികളായിരിക്കും, നമ്മൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാതിരിക്കുക, നമ്മൾ എന്താ പറയാ ദൈവത്തിൽ മച്ചുവരായിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ ദൈവത്തിൽ വളരുന്നവരായിരിക്കും. അപ്പൊ ഇവിടെ എഫേസ്യ ലേഖനത്തിന്റെ ഒരു വാക്കൂടെ വായിക്കട്ടെ. എഫേസ്യ ലേഖനത്തിന്റെ 3ാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആ സ്നേഹത്തെ നമ്മൾ റൂട്ടഡും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നമ്മൾക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ചുള്ള കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ വാക്കോട്ട് 19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യന്റെ 3:17 തൊട്ട് 19 വരെ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഒരു ആഴവും എന്തെന്നും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ യേശുക്രിസ്തു വിശ്വാസത്തിൽ എന്താ പറയുക നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം, നിങ്ങളുടെ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ വേരൂന്നിയവരും നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എല്ലാ വിശുദ്ധന്മാരോടും ഒപ്പം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും അതിന്റെ പരപ്പും അതിന്റെ പൊക്കവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയും അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നിങ്ങൾക്ക്
നിങ്ങൾക്ക് അറിവുള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള കാര്യത്തെ പറ്റി പറയുന്നത്. അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ പൂർണ്ണത നിറയുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും എന്ന് ചുരുക്കം. അതാണ് പിതാവിന്റെ ഇഷ്ടം, അല്ലെ? ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ, നിങ്ങൾക്ക് നേടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എബ്രായ ലേഖനത്തിൽ 6 തന്നെ നമ്മൾ വായിച്ച പോലെ, അല്ലെ? നിങ്ങൾ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാകാതെ, അല്ലെ? മാനസാന്തരത്തെ പറ്റിയും ദൈവത്തിലുള്ള വിശ്വാസത്തെ പറ്റിയും പുനരുത്ഥാനത്തെ പറ്റിയും നിങ്ങൾ ജഡ്ജ്മെന്റിനെ പറ്റി മാത്രം അറിവുള്ളവരാകാതെ, അത് അറിവ് വേണം. അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. അത് ഫൗണ്ടേഷനാണ്, അല്ലെ? അടിസ്ഥാനം അതാണ്. അത് മാത്രം അറിവുള്ളവരാകാതെ യേശു എന്ന ആ ദൈവത്തിന്റെ മർമ്മം നിങ്ങളുടെ ഉള്ളിലുള്ളവരായിരിക്കണം. അത് യേശു എന്ന മർമ്മം നിങ്ങളുടെ ഉള്ളിൽ വളരെ പ്രതി, അല്ലെ? യേശുവിനെ പോലെ ആയിത്തീരുന്നോടം വരെ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുമനപ്പെട്ടവരായിരിക്കണം. സ്നേഹത്തിൽ യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കാര്യവുമില്ല ദൈവത്തിന്റെ കിങ്ഡത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവവുമായിട്ട് നമ്മൾ സ്നേഹത്തിലായിരിക്കണം. നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഒരുമനപ്പെട്ടവരായിരിക്കണം എന്നും ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റിയാ പറയുന്നത്. ദൈവത്തിൽ വളരുന്നവരായിരിക്കണം. നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഇത്രയല്ല കാര്യങ്ങൾ. നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതല്ല കാര്യങ്ങൾ. നമ്മൾക്ക് ഇനി നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? നമുക്കറിയണം. നമ്മൾ വെറുതെ ഞാൻ സാൽവേഷൻ കിട്ടി, ഞാൻ 2 കൈയടിച്ച് പാട്ട് പാടുന്നുണ്ട്, തീർന്നു, അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്ന് പറയുന്ന അതല്ല കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് അറിയാനുണ്ട്. നമ്മുടെ കണ്ണുകൾ തുറക്കാനുണ്ട്, അല്ലെ? അതിനെപ്പറ്റിയാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്, അവരിൽ നമ്മൾക്ക് വളരാൻ അധികമുണ്ട്. അതിനെപ്പറ്റി അപ്പൊ അതിനായിട്ട് നമുക്ക് സ്നേഹിക്കാം, അല്ലെ? നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കാരണം അതാണ് നമ്മുടെ പിതാവിന്റെ ഇഷ്ടം, നമ്മളെ പറ്റി. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ നോക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് കർത്താവേ. ക്ഷമിക്കണം, അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളെല്ലാം ഒരുമനപ്പെട്ടുകൊണ്ട് മാസ്റ്റർ അങ്ങ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കർത്താവ് പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവേ. അങ്ങനെയാകുമ്പോൾ യേശു എന്ന മർമ്മം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ കർത്താവേ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ജീസസ്. പ്രൈസ് വർഷിപ്പ് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം യേശു ക്രിസ്തുവില് കർത്താവെ അവർക്ക് പൊറുക്കാനും സഹിക്കാനുമുള്ള കഴിവ് കൊടുക്കാൻ അപേക്ഷിക്കുന്നു. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശു ക്രിസ്തു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യട്ടെ. അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. ഇന്ന് കേട്ടുന്ന ദൈവത്തെ മാത്രം